ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. എൻ്റെ പേര് നിലുഫർ. ഞാൻ നിങ്ങൾക്ക് ഡീൽ ചെയ്യുന്നത് MPC 003 പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് എന്ന് പറയുന്ന പേപ്പറാണ്. അതിലെ ഫസ്റ്റ് 2 ബ്ലോക്സ് അലക മാം ഓൾറെഡി ഡീൽ ചെയ്തിട്ടുണ്ടാവും. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3rd ബ്ലോക്കാണ്. ഫസ്റ്റ് 2 ബ്ലോക്കിൽ പേഴ്സണാലിറ്റി എന്താണെന്നും അതുപോലെ തന്നെ ഫ്രോയിഡ്, അതുപോലെ തന്നെ ലേണിംഗ് തിയറീസിലൊക്കെ എന്താണ് പേഴ്സണാലിറ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇനി നമ്മൾ ബ്ലോക്ക് 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി 2 ആണ്. ഈ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി 2ല് മെയിൻലി ട്രേറ്റ് അപ്രോച്ചസ് ആണ് വരുന്നത്. ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. റിലേറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റന്റ് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ട്രേറ്റ് പറയുന്നത്. സോ ഈ ട്രേറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യമാണ്. ഓരോരുത്തരെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും പാർവതി സ്മാർട്ട്, അല്ലെങ്കിൽ രാജു ഇസ് വെരി അഡ്വഞ്ചറസ് എന്നൊക്കെയുള്ള രീതിക്ക് നമ്മൾ ഓരോ പേഴ്സണിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആ പേരിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ആ പേഴ്സണിന്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയാറുണ്ട്. ഹീസ് ജനറലി എറഗന്റ്, ഹീസ് ജനറലി ഡിപ്രസീവ്, ഹീസ് ജനറലി ഡിപെൻഡന്റ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറയാറുണ്ട്. സോ ട്രേറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്, ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഓരോരുത്തരിലും കോൺസ്റ്റന്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളാണ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ട്രേറ്റ് അപ്രോച്ച് ഓഫ് പേഴ്സണാലിറ്റി അണ്ടറിൽ 4 തിയറിസ്റ്റുകളാണ് മെയിൻലി വരുന്നത്. ആ 4 തിയറിസ്റ്റുകൾ തന്നെയായിരിക്കും നമ്മൾ ഈ ബ്ലോക്ക് 3ൽ ഡിസ്കസ് ചെയ്യുന്നത്. 4 തിയറിസ്റ്റുകൾ ഈ ട്രേറ്റ് അപ്രോച്ചസ് തന്നെയാണ്. ഫസ്റ്റ് വൺ ഇസ് ഗോർഡൻ ആൾപോർട്ട്, സെക്കൻഡ് വൺ ഇസ് ഐസക്, തേർഡ് വൺ ഇസ് കാറ്റൽ, ആൻഡ് ഫോർത്ത് തിയറി വരുന്നത് ബിഗ് 5 ഫാക്ടർ തിയറിയാണ്. അത് കുറെ ആളുകൾ ചേർന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ആദ്യം യൂണിറ്റ് 1ല് ഗോർഡൻ ആൾപോർട്ടിന്റെ ദി ഡിസ്പൊസിഷണൽ തിയറി എന്ന് പറയുന്ന തിയറി ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. ഗോർഡൻ ആൾപോർട്ടിന്റെ ചാപ്റ്റർ ആണ് യൂണിറ്റ് 1 വരുന്നത്. ഇതിൽ ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ കോണ്ടന്റ്സ് ഓഫ് ദി ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ്. എന്താണ് പേഴ്സണാലിറ്റി എന്നുള്ളത്, ഗോർഡൻ ആൾപോർട്ട് എന്താണ് പറഞ്ഞത് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഗോർഡൻ ആൾപോർട്ടിന്റെ കുറച്ച് മെയിൻ കോൺസെപ്റ്റ്സ് ഉണ്ട് പേഴ്സണാലിറ്റിനെ പറ്റി. അയാൾ പറഞ്ഞതിൽ കുറേ മേജർ കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് ട്രേറ്റ്സ് എന്താണെന്ന് പഠിക്കും. പിന്നെ പ്രോപ്രിയം സെൽഫ്ഹുഡ് എങ്ങനെ, ഓരോരുത്തരും സെൽഫ്ഹുഡ് എങ്ങനെ ഡെവലപ്പ് ആകുന്നു നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റും കൂടി ഇവിടെ മെയിൻലി പഠിക്കുന്നുണ്ട്. സോ ദീസ് വുഡ് ബി ദി കോണ്ടന്റ്സ് ഫോർ ദി ചാപ്റ്റർ. സോ നമ്മൾ ഈ ചാപ്റ്ററിലെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാം. എന്താണ് ആൾപോർട്ട് പറഞ്ഞ കോൺസെപ്റ്റ്സ് എന്നുള്ളത് ബേസിക് ആയിട്ട് തുടങ്ങാം. ആ ഡെഫിനിഷനിലേക്ക് പതുക്കെ തുടങ്ങാം. അതിന് മുന്നേ ആൾപോർട്ട് പറഞ്ഞ കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. ആൾപോർട്ട് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മൂവ് ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് സം മോട്ടിവേഷൻ. നമ്മൾ ഓരോ സ്റ്റെപ്പ് ഫോർവേഡ് വെക്കുന്ന സമയത്തും എന്തൊരു ആക്ടിവിറ്റീൻ്റെ കാര്യത്തിലും മുന്നോട്ട് ഓരോ സ്റ്റെപ്സ് വെക്കുമ്പോൾ ദർ ഇസ് സം മോട്ടിവേഷൻ ബിഹൈൻഡ്. ആ മോട്ടിവേഷൻ ബിഹൈൻഡ് ആണ് നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റിയിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ ബാക്ക് ഫാക്ടർ എന്ന് പറയുന്ന സച്ച് മോട്ടിവേഷൻസ് ആണ്. Allport major personality concepts have to do with motivation, with what makes a person go. എന്ത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഓരോ പേഴ്സണും മുന്നോട്ട് വെക്കുന്ന സമയത്ത് അതിന് പുറകിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന മോട്ടിവേഷണൽ ഫാക്ടറാണ് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി എന്നുള്ള രീതിക്കാണ് ആര് പറയുന്നത്, ആൾപോർട്ട് പറയുന്നത്. നമ്മളെന്താണ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പലതരം ആക്ടിവിറ്റിയിലേക്ക്, പല ഡിഫറെന്റ് സ്ട്രീംസ് ഓഫ് ആക്ടിവിറ്റിയിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഓരോരുത്തരും ഇൻവോൾവ് ആവും. ഓക്കെ, നമ്മൾ അങ്ങനെ ഓരോരുത്തരും ഇൻവോൾവ് ആവുന്ന സമയത്ത് ആൾപോർട്ട് പറയുന്നത് നമ്മുടെ ഈ ആക്ടിവിറ്റിക്ക് 2 പോർഷൻസ് ഉണ്ട് എന്നാണ്. വൺ ഇസ് വേരിയബിൾ പോർഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് കോൺസ്റ്റന്റ് പോർഷൻ. വേരിയബിൾ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ചിങ് ആയിരിക്കും. ആൻഡ് കോൺസ്റ്റന്റ് പോർഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്റ്റേബിളും കൺസിസ്റ്റന്റ് ആയിരിക്കും. റിലേറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കത്തിയിട്ടുണ്ടാവും. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, ഓരോ പേഴ്സണിലും ഓരോ പേഴ്സണിന്റെ പേഴ്സണാലിറ്റിയിലും 2 ഫാക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് ഇസ് വേരിയബിൾ പോർഷൻ ആൻഡ് ദി കോൺസ്റ്റന്റ് പോർഷൻ. ഇതിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പോർഷനെ നമ്മൾ എന്ത് പറയും, ട്രേറ്റ്സ് എന്ന് വിളിക്കും. ആൻഡ് വേരിയബിൾ പോർഷൻ നമ്മൾ എന്ത് പറയും, ഫങ്ഷണൽ ഓട്ടോണമി എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഈ ഫങ്ഷണൽ ഓട്ടോണമി എന്തിനാണ്,
the tendency for a behavior to continue to be performed for reasons that differ from the reason that originally motivated. നമ്മൾ ഓരോരുത്തരും പല ബിഹേവിയേഴ്സ് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോകും. ഒരു ഹാബിറ്റ് പോലെ നമ്മളൊരു ഒരു ഓട്ടോണമി പോലെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തു പോകും. ആ കണ്ടിന്യൂ ചെയ്യുന്നതിന് പുറകിൽ നോക്കിയാൽ എന്തുകൊണ്ട് നമ്മളിത് കണ്ടിന്യൂ ചെയ്തതെന്ന് വെച്ചാൽ ദർ വിൽ ബി എ ഡിഫറെന്റ് ഫാക്ടർ. നമ്മൾ ഓരോ സമയത്ത് ഓരോ ആക്ടിവിറ്റിയിലേക്ക് ഇൻവോൾവ് ആവുന്നതിന് പുറകിൽ നമുക്ക് അപ്പം ഓരോരോ റീസൺസ് ഉണ്ടാവും. ഒറിജിനലി നമ്മൾ അത് ചെയ്യാൻ തുടങ്ങിയത് വേറെ ഏതെങ്കിലും റീസൺ ആയിരിക്കും. സോ ഒറിജിനൽ മോട്ടിവേഷന് അപ്പുറം പല റീസൺസ് കാരണം നമ്മൾ എന്ത് ചെയ്യും, പല ബിഹേവിയേഴ്സിലേക്കും പല ആക്ടിവിറ്റീസിലേക്കും ഇൻവോൾവ് ആവും. അതാണ് ഈ ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ ഗോർഡൻ ആൽപോർട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ്, എങ്ങനെയാണ് ഗോർഡൻ ആൽപോർട്ട് നമ്മുടെ പേഴ്സണാലിറ്റിക്കുള്ള ഡെഫിനിഷൻ കൊടുത്തതെന്ന് നോക്കാം. പേഴ്സണാലിറ്റിയെ പറ്റിയിട്ട് ഒരു ഡെഫിനിഷൻ ആയിട്ട് ഗോർഡൻ ആൽപോർട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: പേഴ്സണാലിറ്റി ഇസ് ദ ഡൈനാമിക് ഓർഗനൈസേഷൻ within the individual of those psychophysical systems that determine to his unique adjustment to his environment. പേഴ്സണാലിറ്റിയിൽ എന്താണ്? പേഴ്സണാലിറ്റി ഡൈനാമിക് ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞു. ഡൈനാമിക് എന്ന് പറയുമ്പോൾ എന്താ? ചേഞ്ചിങ് ആണ്. പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യും വിത്തിൻ ടൈം ചേഞ്ചസ് ചെയ്യുന്നതിനനുസരിച്ച്, നമ്മുടെ സറൗണ്ടിങ്സ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ചും ഗ്രോത്തും ഉണ്ടാവും. പക്ഷേ there is a term associated, dynamic organization എന്ന് പറഞ്ഞു. പക്ഷേ പേഴ്സണാലിറ്റിക്ക്, ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിക്കും ചേഞ്ചിങ് ആണെങ്കിൽ പോലും there is ഒരു സെൻട്രൽ പാർട്ട് ഉണ്ട്. എന്തോ ഒരു സാധനം കോൺസ്റ്റന്റ് ആയിട്ട് കിടക്കും. ഓക്കെ, ആ സാധനം മാറണമെന്നുണ്ടെങ്കിൽ, അതിൽ ഓരോന്നിനും ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഡൈനാമിക് ഓർഗനൈസേഷൻ എന്നുള്ളൊരു ടേം അവിടെ ഗോർഡൻ ആൽപോർട്ട് യൂസ് ചെയ്തിട്ടില്ല. Within the individual of those psychophysical system, നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്? സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ കണ്ടന്റ്സ് ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നതെന്നാണ് ഗോർഡൻ ആൽപോർട്ട് പറയുന്നത്. നോട്ട് ജസ്റ്റ് നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ട് മാത്രം ഒരാളുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്യില്ല. ഓൾസോ ദ ബയോളജിക്കൽ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ആര് പറയണേ? ആൽപോർട്ട് പറയുന്നത്. സോ ഓൺ എ ഹോൾ പേഴ്സണാലിറ്റി ഡെഫിനിഷൻ നമ്മൾ എന്ത് പറയാം? പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ചേഞ്ചിങ് ആയിട്ടുള്ള സാധനമാണ്. ഓരോ മനുഷ്യന്റെയും പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത് പലതരം സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ മൈൻഡും ബോഡിയും കൂടി ചേർന്നിട്ടാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഈ പേഴ്സണാലിറ്റി ആണ് ഓരോ മനുഷ്യന്മാരും എന്തുകൊണ്ട് അവരുടെ എൻവയോൺമെന്റിൽ അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് ഈ ഡെഫിനിഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ആള് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൾപോർട്ട്. ഫസ്റ്റ് വൺ ഇസ് ക്യാരക്ടറിസ്റ്റിക്സ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസും യുണീക്ക് ആണെന്നാണ് ആൾപോർട്ട് പറയുന്നത്. നോ ടു പേഴ്സൺസ് ആർ അലൈക്ക്. നമ്മൾ രണ്ടാൾക്കാരെ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാൾക്കാർ നമുക്ക് സിമിലർ ആയിട്ടേ തോന്നുള്ളൂ. എക്സാക്ട് കോപ്പി നമുക്ക് പറയാൻ പറ്റില്ല. ഈവൻ ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് പറയില്ല, ദേ ടു ആർ അലൈക്ക് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും എന്ത് ചെയ്യും, ഡിഫറൻസസ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫൈനലി ബിഹേവിയർ ആൻഡ് തോട്ട് മീൻസ് എവറിത്തിങ് എ പേഴ്സൺ ഡസ്. ബിഹേവിയറും തോട്ടും ആൾപോർട്ടിന്റെ കോൺസെപ്റ്റില് ബിഹേവിയർ തോട്ട് എന്ന് പറയുന്നത് എല്ലാം, ഒരാള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് പറയും, ബിഹേവിയേഴ്സ് ആൻഡ് തോട്ട്സ് എന്നാണ് പറയുന്നത്. പിന്നെ ആൾപോർട്ട് പറയുന്ന രണ്ട് കോൺസെപ്റ്റ് ആണ് ക്യാരക്ടറിസ്റ്റിക്സും ടെമ്പറമെന്റും തമ്മിൽ അയാൾ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. Character means some code of behavior in terms of which people or their acts are evaluated. ക്യാരക്ടർ എന്താണ്? ഒരു കോഡ് ഓഫ് ബിഹേവിയർ ആണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ബിഹേവിയറിന്റെ കോഡിംഗ് ആണ് എന്ത്, ക്യാരക്ടർ എന്ന് പറയുന്നു. ഈ ഓരോരുത്തരുടെ ബിഹേവിയറിനനുസരിച്ച് നമ്മൾ ഒരു കോഡ് ഉണ്ടാക്കും, ചില ടേംസ് ഉണ്ടാക്കും. അതായത് ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് എന്താണ്, ഗുഡ് ആണ്, ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ബാഡ് ആണ് എന്നുള്ള കുറച്ച് കോഡ്സ് ഉണ്ടാക്കും. ഈ ഫാക്ടറാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ചില ട്രേറ്റ്സിനെ, ചില ബിഹേവിയേഴ്സിനെ ഗുഡ് ആയിട്ടും ചില ബിഹേവിയേഴ്സിനെ ബാഡ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്ത് ഓരോരുത്തരും കാണിക്കുന്ന ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു പേഴ്സൺ ഗുഡ് ആണോ ബാഡ് ആണോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ടെമ്പറമെന്റ്. Temperament refers to those dispositions that are closely linked to biological or physiological determinants.
ടെമ്പറമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന ഡിസ്പൊസിഷൻ, പേഴ്സണൽ ഡിസ്പൊസിഷൻസ് ആണ്. അതെങ്ങനെയാണ്? നമ്മുടെ ഫിസിയോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആവുന്നതാണെന്നാണ് ടെമ്പറമെന്റിനെ പറ്റിയിട്ട് ആര് പറയുന്നത്? ഓൾപോർട്ട് പറയുന്നത്. Moving on to concepts of trait and personal disposition. എന്താണ് ട്രേറ്റ്, എന്താണ് പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന് നമ്മുടെ ഓൾപോർട്ട് പറഞ്ഞ എന്താന്ന് നോക്കാം. ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾപോർട്ട് പറയുന്നത് പ്രീഡിസ്പോസിഷൻ ടു ആക്ട് ഇൻ ദ സെയിം വേ ഇൻ എ വൈഡ് റേഞ്ച് ഓഫ് സിറ്റുവേഷൻ. ഒരു ലോങ് റണ്ണില് പലതരം സിറ്റുവേഷൻ എന്തെയും ഓരോ മനുഷ്യനും എൻകൗണ്ടർ ചെയ്യേണ്ടി വരും അല്ലെ. ആ എൻകൗണ്ടർ ചെയ്യുന്ന സമയത്ത് ജനറലി ഓരോ ആളുകളും ഓരോ രീതിക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മൾ പൊതുവെ നോക്കുകയാണെങ്കിൽ ചില ആളുകൾ എപ്പോഴും ഏതൊരു സിറ്റുവേഷനെയും അഗ്രസീവ് ആയിട്ടായിരിക്കും കാണുന്നത്, ചില ആളുകൾ ഭയങ്കര സസ്പീഷ്യസ് ആയിട്ടായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ വളരെ ചില ആളുകൾ ഈസി ഗോ മൈൻഡഡ് ആയിരിക്കും അല്ലെ. സോ നമ്മൾ പല സിറ്റുവേഷൻസിലും എങ്ങനെയായിരിക്കും പൊതുവെ ആളുകൾ പെരുമാറുന്നത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറാണ് ട്രേറ്റ് എന്ന് പറയുന്നത്. ഓൾപോർട്ട് 1966 ഒരു ആർട്ടിക്കിൾ ഇറക്കിയിട്ടുണ്ട്, ട്രേറ്റ്സ് റിവൈസ്ഡ് എന്ന് പറയുന്നത്. അതില് ട്രേറ്റ്സിനെ പറ്റിയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് എന്നും ക്യാരക്ടറിസ്റ്റിക്സ് ആള് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ട്രേറ്റ് ഹാസ് മോർ ദാൻ നോമിനൽ എക്സിസ്റ്റൻസ്. ട്രേറ്റ് എന്താണ്? ഒരു നോമിനൽ എക്സിസ്റ്റൻസിനേക്കാൾ മുകളിലാണ്. ട്രേറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരിക്കലും സ്പെസിഫിക് ആണെന്ന് പറയില്ല, അത് ജനറലൈസ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ട്രേറ്റ് ഇസ് മോർ ജനറലൈസ്ഡ് ദാൻ എ ഹാബിറ്റ്. റൊട്ടീൻ ആയിട്ട് വരുന്നതല്ല, റൊട്ടീൻ ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സാധനമല്ല, ജനറലൈസ്ഡ് ആണ്. നമ്മൾ പൊതുവേ പല സിറ്റുവേഷൻസിലും ഒരേപോലെ ബിഹേവ് ചെയ്യുന്നുള്ള കോൺസെപ്റ്റ് ആണ് ട്രേറ്റ് ഇസ് മോർ ജനറലൈസ്ഡ് ദാൻ എ ഹാബിറ്റിലേക്ക് പറയുന്നത്. Next is trait is dynamic or at least determinative in behavior. പിന്നെ നമുക്ക് നോക്കാം. ഓൾപോർട്ട് 1966 ട്രേറ്റ്സ് റിവൈസ്ഡ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ട്രേറ്റ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ട്രേറ്റ്സിനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നോക്കാം. A trait has more than nominal existence. ഓരോരുത്തരുടെയും ട്രേറ്റ്സിന്, ഓരോ പേഴ്സൺസിനും ഓരോ ട്രേറ്റ്സ് ഉണ്ടാവും. ഈ ട്രേറ്റ്സ് എന്ന് പറയുന്നത് റിയൽ ആണ്. ഓരോരുത്തരുടെയും എക്സിസ്റ്റൻസിനെ വരെ പ്രൂവ് ചെയ്യിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് ഈ ട്രേറ്റ് എന്ന് പറയുന്നത്. അത് ജനറലൈസ്ഡ് ആയിരിക്കും. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ചില ആളുകൾ എന്തായിരിക്കും പല സിറ്റുവേഷൻസിലും, മിക്ക സിറ്റുവേഷൻസിലും എന്തായിരിക്കും ആളുടെ ട്രേറ്റ് മുന്നിട്ട് നിൽക്കുന്ന ട്രേറ്റ് ഓണസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഏതൊരു സിറ്റുവേഷനിൽ എത്തിയാലും അവർ ഓണസ്റ്റ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ചിലരെന്തായിരിക്കും അഗ്രസീവ് ആയിരിക്കും, ചില ആൾക്കാർ സസ്പീഷ്യസ് ആയിരിക്കും. സോ ട്രേറ്റ് എന്ന് പറയുന്ന സാധനം എന്താണ്, ഇറ്റ് ഹാസ് എ നോമിനൽ എക്സിസ്റ്റൻസ്, ജനറലൈസ്ഡ് ആയിട്ടുള്ള ഫീച്ചർ ആണ് ട്രേറ്റിന് വരുന്നത്. ട്രേറ്റ് ഇസ് മോർ ജനറലൈസ്ഡ് ദാൻ എ ഹാബിറ്റ്. ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ജനറലൈസ്ഡ് ആണ്. പൊതുവെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് ജനറലൈസ് ചെയ്യുന്നത് പറയുന്നത്. ഹാബിറ്റ് എന്ന് പറയുന്ന റൊട്ടീനിൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ റൊട്ടീൻ ആവുന്ന കാര്യത്തിനെയാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാള് 2 times a day ബ്രഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് എ ഹാബിറ്റ്. പിന്നീട് എന്ത് ചെയ്യും, വേറൊരു കോൺസെപ്റ്റ് പഠിക്കും. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡി ബ്രഷ് ചെയ്യണം, നമ്മുടെ ഹെയർ ബ്രഷ് ചെയ്യണം. നമ്മൾ ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഈ ബ്രഷിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ക്ലെൻലിനെസ് എന്ന് പറയുന്ന ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, പല ഹാബിറ്റ്സിലൂടെ മനസ്സിലാക്കും. സോ ഒരാള് ഈ പലതരം ഹാബിറ്റ്സ് ഫോം ചെയ്തതിനു ശേഷം ഓൺ എ ഹോൾ കൊണ്ടുവരുന്ന കാര്യമായിരിക്കും ക്ലെൻലിനെസ്. പൊതുവെ അയാള് ക്ലെൻലി ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് പറയുന്നത്. സോ ട്രേറ്റ് ഇസ് മോർ ജനറലൈസ്ഡ് ദാൻ എ ഹാബിറ്റ് എന്നുള്ളത്. A trait is dynamic or at least determinative in behavior. Trait എന്താണ്, ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. A trait's existence may be established empirically. Third point എന്ന് പറയുന്നത് a trait is dynamic or at least determinative in behavior. ഓരോ ട്രേറ്റ്സും എന്താണ്, ഡൈനമിക് ആണ്, ചേഞ്ചിങ് ആണ്. അല്ലെങ്കിൽ ഡൈനമിക് എന്ന് പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരിക്കലും പുറത്തു നിന്നുള്ള ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ത് ചെയ്യണമെന്നില്ല, നമ്മളെ ഫോർവേഡ് ചെയ്യാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നില്ല. ആസ് എ ഹോൾ ട്രേറ്റ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ട്രേറ്റ് എന്ത് ചെയ്യും, അവരെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്
തള്ളി നിൽക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള പേഴ്സൺ ഒരിക്കലും പുറത്തു നിന്ന് എന്നെ ഒരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യട്ടെ എന്ന് ചിന്തിക്കില്ല. നേരെ മറിച്ച് അവരെന്ത് ചെയ്യും, അവർ തന്നെ ഓരോ പാർട്ടീസ് കണ്ടുപിടിച്ച് അവർ സോഷ്യലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊണ്ടുവരും. ഇതാണ് തേർഡ് പോയിന്റിലൂടെ പറയുന്നത്. നെക്സ്റ്റ് ഇസ് എ ട്രേറ്റ് എക്സിസ്റ്റൻസ് മേ ബി എസ്റ്റാബ്ലിഷ്ഡ് എംപിറിക്കലി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേറ്റിനെ ഔട്ട്വേർഡ് ബിഹേവിയേഴ്സിലൂടെ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ട്രേറ്റിനെ പലതരം രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരുടെ ബേസിക് ട്രേറ്റ് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ബയോഗ്രഫി വായിക്കുന്നതിലൂടെ, കേസ് ഹിസ്റ്ററി എടുക്കുന്നതിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തരുടെ ട്രേറ്റ് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ട്രേറ്റ് ഇസ് ഓൺലി റിലേറ്റീവ്ലി ഇൻഡിപെൻഡന്റ് ഓഫ് അതർ ട്രേറ്റ്സ്. ട്രേറ്റ്സ് എന്താണ്, പലതരം ട്രേറ്റ്സ് ഉണ്ടാവും കേട്ടോ, ഓരോരുത്തർക്കും പലതരം ട്രേറ്റ്സ് ഉണ്ടാവും. ചിലത് മുന്നിട്ട് നിൽക്കും, ചിലത് കുറച്ച് ബാക്കോട്ടൊക്കെ ആയിട്ട് നിൽക്കും. ഓക്കെ, ആ മുന്നിട്ട് നിൽക്കുന്ന ട്രേറ്റ്സ് ബാക്കിയുള്ളതുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. പല സിറ്റുവേഷൻസിന് പല ട്രേറ്റ്സുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഒരിക്കലും ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ആയിട്ട് അവർ നിൽക്കില്ല. എന്നാലും റിലേറ്റീവ്ലി നോക്കുവാണെങ്കിൽ കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും ഓരോ ട്രേറ്റ്സും എക്സിസ്റ്റ് ചെയ്യുന്നത്. A trait is not synonymous with moral or social judgment. മോറൽ ഓർ സോഷ്യൽ ജഡ്ജ്മെന്റ് അല്ല ഒരാളുടെ ട്രേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിലുള്ള പല സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ട്രേറ്റ്സിനെ, പലതരം ട്രേറ്റ്സിനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ലോയാലിറ്റി, ഗ്രീഡ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് നമ്മളുടെ ചുറ്റുപാടുമുള്ള പല ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ട്രേറ്റ് ആയത് മാറുന്നത്. Next is trait may be viewed in the light of either the personality that contains it or distribution of the population at large. പല ട്രേറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്തിൻ എ പേഴ്സൺ നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ യൂണിവേഴ്സലി പല ആളുകളിലുമുള്ള ട്രേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. Next is acts or even habits that are inconsistent with the trait are not proof of non-existence of the trait. എന്താണ്, ഇപ്പം ഒരാളുടെ ട്രേറ്റ്, ഇപ്പോൾ ഒരാൾ എപ്പോഴും അഗ്രസീവ് ആണ്, പക്ഷെ അയാൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാൾ അതിനപ്പുറത്തുള്ള വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആക്ട്സോ ഹാബിറ്റ്സോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡസന്റ് മീൻ ദ ട്രേറ്റ്സ് ആർ ഇൻകൺസിസ്റ്റന്റ് എന്നുള്ളതാണ് പറയുന്നത്. ആക്ട്സ് ഓർ ഈവൻ ഹാബിറ്റ്സ് ദാറ്റ് ആർ ഇൻകൺസിസ്റ്റന്റ് with the trait are not proof of the non-existence of the trait. നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ഓൾറെഡി ഒരാളുടെ ഇത്തരത്തിലൊരു ട്രേറ്റ് ആണ് ഉള്ളത് എന്ന് പറയുന്നതിന് എതിരായിരിക്കില്ല. അത് വേറെ എന്തെങ്കിലും, വേറെ നമ്മൾ പറഞ്ഞില്ലേ പലതരം ട്രേറ്റ്സ് ഉണ്ടാവും, ആ പലതരം ട്രേറ്റ്സിന്റെ ഇൻഫ്ലുവൻസിൽ കാണിക്കുന്ന പല ആക്ട്സോ ഹാബിറ്റ്സോ ആവാം. സോ ദീസ് ആർ ദി I think 8 points ഉണ്ടെന്ന് തോന്നുന്നു ട്രേറ്റ്സിനെ പറ്റിയിട്ട്. 1966 ഗോർഡൻ ആൾപോട്ട് പറഞ്ഞ 8 ട്രേറ്റ്സിനെ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഇത്. ട്രേറ്റ് എന്താണ്, ജനറലൈസ്ഡ് ആണ്. ട്രേറ്റിന് ഓരോരുത്തരുടെയും ട്രേറ്റ് ആയിരിക്കും നമ്മളുടെ മുന്നോട്ട് ഫോർവേഡ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും ഓരോ ട്രേറ്റ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓൾസോ ദേ ആർ ഇന്റർഡിപെൻഡന്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേറ്റ്സിന് നമുക്ക് കേസ് ഹിസ്റ്ററി അല്ലെങ്കിൽ ബയോഗ്രഫിക്കൽ ഔട്ട്കംസ്, ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടായിരിക്കും മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മുടെ ഗോർഡൻ ആൾപോട്ട് ട്രേറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ട്രേറ്റ്സ് പലതരമുണ്ട്. സോ ഗോർഡൻ ആൾപോട്ട് പറഞ്ഞിട്ടുണ്ട് പലതരം ട്രേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രേറ്റ്സ്. ഏതൊക്കെയാണെന്ന് നോക്കാം. സെൻട്രൽ, കാർഡിനൽ ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ് ആണ് മെയിൻലി ആൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് കാർഡിനൽ ട്രേറ്റ്സ്. They are rare and dominating, usually developing later in life. They tend to define a person to such an extent that their names become synonymous with their personality. Examples of this include following descriptive trait: Machiavellian, narcissistic, etc. എന്താണ്, ഓരോ ഹ്യൂമൻസിന്റെ ഇടയിലും അവർ വളരുന്നതിനനുസരിച്ച് ഫോം ചെയ്യുന്ന ഒരു ട്രേറ്റിനെയാണ് കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഓരോ പേഴ്സണിന്റെ റെയർ ആയിരിക്കും, ഓരോ പേഴ്സണിലും റെയർ ആയിട്ടുള്ളതും എന്നാൽ റെയർ ആയി പറഞ്ഞാൽ അവർക്ക് യുണീക്ക് ആയിട്ടുള്ള, ഓരോ പേഴ്സണിനും യുണീക്ക് ആയിട്ടുള്ള കുറച്ച് ട്രേറ്റ്സ് ആയിരിക്കും ആൻഡ് അത് അവരിൽ ഡോമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതെന്ത് ചെയ്യും, ഈ കാർഡിനൽ ട്രേറ്റ്സ്, ഓരോ ഹ്യൂമൻസിന്റെയും കാർഡിനൽ ട്രേറ്റ്സ് എങ്ങനെയായി മാറും. നേരത്തെ പറഞ്ഞ പോലെ പാർവതി സ്മാർട്ട് അല്ലെങ്കിൽ രാജൂസ് അഡ്വഞ്ചറസ് എന്നൊക്കെ പറഞ്ഞില്ലേ, എന്താണ് പേരിനെ അസോസിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, ഈ കാർഡിനൽ ട്രേറ്റ്സ് വന്നു ചേരും അവരുടെ
ജനറൽ മെയിൻലി ഡോമിനേറ്റ് ചെയ്യുന്ന പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ട്രേറ്റ്സിനെയാണ് കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരാള് നാർസിസ്റ്റിക് ആണ്, ഒരാൾ എക്സ്ട്രോവേർട്ടഡ് ആണ്, അല്ലെങ്കിൽ ഒരാൾ ഡിപെൻഡന്റ് പേഴ്സണാലിറ്റി ആണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? ഈ കാർഡിനൽ ട്രേറ്റ്സ്, അവരിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ട്രേറ്റ്സിനെയാണ് കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെൻട്രൽ ട്രേറ്റ്സ്. These general characteristics form basic personality foundations. പേഴ്സണാലിറ്റിന്റെ ബാക്കി കുറച്ച് ഫാക്ടേഴ്സ് ആണ്, പേഴ്സണാലിറ്റിനെ ഫോർമുലേറ്റ് ചെയ്യുന്ന കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇൻ ദ സെൻട്രൽ ട്രേറ്റ്സ്. While central traits are not dominating as cardinal traits. Cardinal traits പോലെ വളരെയധികം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കില്ല, പക്ഷെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഓരോ പേഴ്സണെയും മുന്നോട്ട് പോകുന്ന സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രേറ്റ്സ് ആണ് സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. They describe the major characteristics you might use to describe about the another person. നമ്മൾ എന്താ പറയും, ഒരാള് എക്സ്ട്രാവേർട്ടഡ് ആണെന്ന് പറയും, അതിനൊപ്പം തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ പറയും. He's empathetic, he is smart, he is very enthusiastic എന്നൊക്കെ നമ്മൾ പറയും. അതിന് കൂടെ ചേർക്കുന്ന കുറച്ച് ട്രേറ്റ്സിനെയാണ് സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇന്റലിജന്റ്, ഹോണസ്റ്റ്, ഷൈ, ആങ്ഷ്യസ് എന്ന് പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ എന്താണ് ഈ സെൻട്രൽ ട്രേറ്റ്സ് ആയിട്ട് നമുക്ക് പറയാം. ലാസ്റ്റ് വൺ ഇസ് സെക്കൻഡറി ട്രേറ്റ്സ്. സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത്, സെക്കൻഡറി ട്രേറ്റ്സ് ആർ സംടൈംസ് റിലേറ്റഡ് ടു ആറ്റിറ്റ്യൂഡ്സ് ഓർ പ്രിഫറൻസസ്. ഓരോ ഹ്യൂമൻസിന്റെയും ആറ്റിറ്റ്യൂഡ്സിനെയും പ്രിഫറൻസിന് നമുക്ക് എല്ലാവർക്കും ഓരോ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോന്നിനോടും പലതരം ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും. ഈ പ്രിഫറൻസസിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് സിറ്റുവേഷൻ സ്പെസിഫിക് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പബ്ലിക് സ്പീക്കിംഗ് ആൻസൈറ്റി ഓർ ഇംപേഷ്യൻസ് വൈൽ വെയിറ്റിംഗ് ഇൻ ലൈൻ. പബ്ലിക് സ്പീക്കിംഗ് ആൻസൈറ്റി ഉള്ള ആൾക്കാർക്ക് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് നമുക്കത് മനസ്സിലാവുക. അല്ലെങ്കിൽ ഈ ഒരു ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നതൊക്കെ സിറ്റുവേഷൻ സ്പെസിഫിക് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അല്ലാതെ നമ്മള് ഒരു എല്ലാ സിറ്റുവേഷനും അങ്ങനെ ആവണമെന്നില്ല അല്ലെ. ഏതൊരു സിറ്റുവേഷനിലും ഒരാള് ഫ്രസ്ട്രേറ്റഡ് ആവണമെന്നില്ല. പക്ഷെ ലൈനിൽ നിൽക്കുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവണമെന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് സിറ്റുവേഷൻസിൽ വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ എക്സാമ്പിൾ, നമുക്ക് മാങ്ങയാണ് ഇഷ്ടം, അല്ലെങ്കിൽ നമുക്ക് റെഡ് കളർ ഡ്രസ്സസ് ആണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നത് എന്താണ്, സെക്കൻഡറി ട്രേറ്റ്സ് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ദർ ആർ മെയിൻലി 3 ട്രേറ്റ്സ് ആണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ യുണീക്ക് ആൻഡ് കോമൺ ട്രേറ്റ്സ് പറയുന്നുണ്ട്. സോ കാർഡിനൽ ട്രേറ്റ്സ്, സെൻട്രൽ ട്രേറ്റ്സ് ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ് ആണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. കാർഡിനൽ ട്രേറ്റ്സ് ഡോമിനേറ്റിംഗ് ആയിരിക്കും. സെൻട്രൽ ട്രേറ്റ്സ് എന്താണ്, അതിന് തൊട്ട് പുറകെ തന്നെ ഓരോ പേഴ്സണാലിറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സെക്കൻഡറി ട്രേറ്റ്സ് എന്താണ്, നമ്മുടെ ഇൻട്രസ്റ്റും പ്രിഫറൻസസും ആണ് സെക്കൻഡറി ട്രേറ്റ്സ് വരുന്നത്. ഇനി കോമൺ ട്രേറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് എന്താണെന്ന് നോക്കാം. Alport also distinguish between common traits and individual traits. Common traits includes any generalized disposition to which most people within a given culture can be reasonably compared. ഓരോ കൾച്ചറിലും പലതരം ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും, ചില ട്രേറ്റ്സ് കോമൺ ആയിരിക്കും. സോഷ്യലി നമ്മൾ ഒരു പോപ്പുലേഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് എടുക്കുന്ന സമയത്ത് ജനറൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്തായിരിക്കും, കോമൺ ട്രേറ്റ് എന്നായിരിക്കും നമ്മൾ കരുതുന്നത്. പല ആളുകളിലും നമുക്ക് കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്യാൻ പറ്റുന്ന സാധനത്തിനെ കോമൺ ട്രേറ്റ്സ് എന്ന് വിളിക്കും. ആൻഡ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ഡിസ്പോസിഷൻസ് എന്നൊക്കെ വിളിക്കുന്നത് ആണ് അടുത്തത്. Those characters peculiar to the individual which do not permit comparisons among individual are referred to as individual traits. ഓരോ ഇൻഡിവിജ്വലിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രേറ്റ്സിനെയാണ്, മറ്റൊരാളുമായി കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഫീച്ചേഴ്സിനെയാണ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. These are also called personal disposition or morphological traits. ഇതിനെ personal disposition അതുപോലെ തന്നെ മോർഫോളജിക്കൽ ട്രേറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. ആൻഡ് ദീസ് ട്രേറ്റ്സ് ഓൾവേസ് ഓപ്പറേറ്റ് ഇൻ യുണീക് വേസ് വിത്തിൻ ഈച്ച് പേഴ്സൺ. ഇതെല്ലാം എന്ത് ചെയ്യും, ഈ പേഴ്സണൽ ഡിസ്പോസിഷൻസ് എന്ത് ചെയ്യും, ഓരോ പേഴ്സൺസിലും യുണീക്ക് ആയിരിക്കും. ആൻഡ് ദിസ് കാറ്റഗറി ട്രേറ്റ്സ് മോസ്റ്റ് accurately pinpoints the personality structure of any given individual, that is organized focus of his life.
ഈ പേഴ്സണാലിറ്റി, നമ്മുടെ ഈ പേഴ്സണൽ ഡിസ്പൊസിഷൻസ് ആയിരിക്കും ഓരോ ഹ്യൂമൻസിന്റെയും ലൈഫ് ഡയമെൻഷൻസ് വരെ, അവരുടെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വരെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേഴ്സണൽ ഡിസ്പൊസിഷൻസ് ആയിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു മെയിൻ കോൺസെപ്റ്റ് ആണ് പ്രോപ്രിയം അഥവാ സെൽഫ്ഹുഡ്, ദ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്ഹുഡ്. എങ്ങനെയാണ് ഓരോ ഹ്യൂമൻസും അവരെ പറ്റി ഒരു സെൽഫ് അവയർനെസ് അല്ലെങ്കിൽ സെൽഫിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നത്, അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഹെഡിങ് അണ്ടറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹി കൺസിഡർഡ് പ്രോപ്രിയം ഫ്രം 2 ബേസിക് പോയിന്റ്സ്. 2 വ്യൂ പോയിന്റ്സിലാണ് ഈ പ്രോപ്രിയം അല്ലെങ്കിൽ സെൽഫ്ഹുഡ് ഡെവലപ്പ് ആവുന്നത് എന്നാണ് ഓൾപോട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാ നോക്കാം. Phenomenological and functional. Phenomenological means self is considered in terms of what it experiences. ഓരോരുത്തരുടെയും സെൽഫ് ഡെവലപ്പ് ആവുന്നത് അവരുടെ എക്സ്പീരിയൻസസിലൂടെയാണെന്നാണ് ഫിനോമിനോളജിക്കൽ രീതിയിൽ ഓൾപോട്ട് പറയുന്നത്. ഓക്കെ, ഓൾപോട്ട് കൺസിഡർ സെൽഫ് ഹാസ് 7 ഫങ്ഷൻസ്. ഓരോരുത്തരുടെ സെൽഫിന് 7 ഫങ്ഷൻസ് ഉണ്ടാവുന്ന പറയുന്നത്. ദേ ആർ sense of body, self identity, self esteem, self extension, self image, rational coping and appropriate striving. ഇതിനെ ഓരോന്നിനെയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്രോപ്രിയം ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്ഹുഡിലെ നമ്മൾ നേരത്തെ പറഞ്ഞ 7 ഫങ്ഷൻസ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഫസ്റ്റ് വൺ സെൻസ് ഓഫ് ബോഡിലി സെൽഫ്. എന്താണ് നമ്മൾക്ക് നമ്മളെ പറ്റിയില്ല, നമ്മുടെ ബോഡീസിനെ പറ്റിയിട്ടുള്ള അവയർനെസ്സിനെയാണ് എന്ത് പറയുന്നത്, സെൻസ് ഓഫ് ബോഡിലി സെൽഫ് എന്ന് പറയുന്നത്. ഈ ബോഡീനെ പറ്റിയിട്ടുള്ള, ബോഡീന്റെ സെൻസേഷനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോരുത്തരും എക്സിസ്റ്റ് ചെയ്യുന്നു, വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള ഒരു തോട്ട് നമ്മൾക്ക് എന്ത് ചെയ്യും, ഫോർമുലേറ്റ് ചെയ്യും. ആൻഡ് therefore remains a lifelong anchor for self awareness. നമ്മളുടെ ബോഡീന്റെ സെൻസേഷൻസ് എന്ത് ചെയ്യും, നമ്മൾ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യും, ലൈഫ് ലോങ് നമ്മൾ ഒരു ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സെൽഫ് അവയർനെസ് കൊണ്ടുവരും എന്നാണ് സെൻസ് ഓഫ് ബോഡി സെൽഫ് പറയുന്നത്. നെക്സ്റ്റ് സെൻസ് ഓഫ് സെൽഫ് ഐഡന്റിറ്റി, വിച്ച് ഇസ് ദ സെക്കൻഡ് ആസ്പെക്ട് ഓഫ് പ്രോപ്രിയം. This is most evident when the child, through acquiring language, recognizes himself as a distinct and constant point of reference. എന്താണ് ഇത്, ഓരോരുത്തരുടെയും ലാംഗ്വേജസ് ഡെവലപ്പ് ആകുമ്പോൾ, ഓരോ കുട്ടികളുടെയും ലാംഗ്വേജസ് ഡെവലപ്പ് ആകുമ്പോൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു സെൻസ് ആണ് എന്താണ്, അവർ ഓരോരുത്തരും ലാംഗ്വേജസ് ഡെവലപ്പ് ആവുന്ന സമയത്ത് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി, ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന സ്റ്റേജിനെയാണ് സെൻസ് ഓഫ് സെൽഫ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സെൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ഓർ പ്രൈഡ്, which is an individual's evaluation of himself and the urge to want to do everything for oneself and taking all of the credit. എന്താണ് സെൻസ് ഓഫ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്, നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാണ്. നമ്മൾക്ക് ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എല്ലാം കിട്ടണം, നമുക്ക് ആവശ്യമുള്ള എല്ലാം ലഭിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരികയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന നമ്മളുടെ സക്സസിനൊക്കെ നമ്മൾ ക്രെഡിറ്റ് എടുക്കാനും ശ്രമിക്കും. സോ ഈ ക്രെഡിറ്റ് എടുക്കുകയും നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ എന്താവും, നമുക്കൊരു സെൻസ് ഓഫ് സെൽഫ് എസ്റ്റീമും പ്രൈഡ് ഒക്കെ ഫോം ചെയ്യില്ലേ. സോ തേർഡ് വൺ ഇസ് സെൻസ് ഓഫ് സെൽഫ് എസ്റ്റീം. സോ സെൽഫ്ഹുഡ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളെ തന്നെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബോഡിലി സെൻസേഷൻസ് മനസ്സിലാക്കണം. പിന്നെ നമ്മളുടെ ഐഡന്റിറ്റി, നമ്മൾ എക്സിസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ ഫോം ചെയ്യണം. നെക്സ്റ്റ് നമുക്കൊരു സെൽഫ് എസ്റ്റീം വേണം. ഓക്കെ, നെക്സ്റ്റ് സെൻസ് ഓഫ് സെൽഫ് എക്സ്റ്റൻഷൻ. ഫോർത്ത് പോയിന്റ് ഇസ് സെൻസ് ഓഫ് സെൽഫ് എക്സ്റ്റൻഷൻ occurs during the 3rd years of life, which states that even though some things are not inside my physical body, they are still very much a part of one's life. എന്താണ് നമ്മളുടെ സെൽഫ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്, നമ്മൾക്ക് ചുറ്റും പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. സോ അതിന്റെ ഐഡന്റിഫിക്കേഷൻ സ്റ്റേജ് ആണ് സെൻസ് ഓഫ് സെൽഫ് എക്സ്റ്റൻഷൻ. ഇത് ഏകദേശം ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഓരോ കുട്ടികളും ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ഉള്ളിലുള്ള ചില ഫാക്ടേഴ്സിന് പുറമെ എനിക്ക് ചുറ്റുമുള്ള പല ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ ഞാനാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ ആണ് സെൻസ് ഓഫ് സെൽഫ് എക്സ്റ്റൻഷനിൽ വരുന്നത്. അതില് നമ്മുടെ ഫാമിലി വരാം, അതുപോലെ തന്നെ നമ്മുടെ ബയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിരിക്കാം. പക്ഷെ പല സാധനങ്ങളും ഇപ്പൊ ഫിസിക്കൽ ബോഡിക്ക്
പുറത്തുണ്ട് എന്നെ ആക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. നെക്സ്റ്റ് സെൽഫ് ഇമേജ് or how others view me is another aspect of selfhood that emerges during childhood. ചൈൽഡ്ഹുഡിൽ തന്നെ എമേർജ് ചെയ്യുന്നതാണ് എങ്ങനെയാണ് മറ്റുള്ളവർ എന്നെ കാണുന്നത് എന്നുള്ളതിന്റെയും നമ്മളെ പറ്റിയിട്ട് നമ്മളുടെ സെൽഫ്ഹുഡിനെ പറ്റിയിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു അവയർനെസ്സിനെ ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എങ്ങനെ മറ്റുള്ളവർ എന്നെ കാണുന്നു അല്ലെങ്കിൽ നോക്കി കാണുന്നു. ദാറ്റ് ഇസ് സെൽഫ് ഇമേജ്. ഹൗ അതേഴ്സ് ലുക്ക് അറ്റ് മീ, ഹൗ അതേഴ്സ് ഡിഫൈൻ അബൌട്ട് മീ എന്നുള്ളതാണ് സെൽഫ് ഇമേജ് വരുന്നത്. നെക്സ്റ്റ് സെൻസ് സെൽഫ് ആസ് എ റാഷണൽ കോപ്പർ occurs between the ages of 6 to 12, in which child begins to realize fully that he has the rational capacity to find solution to life's problems so that they can cope effectively with reality demands. എന്താണ് ഒരു 6 വയസ്സ് മുതൽ 12 വയസ്സിന്റെ ഇടയിൽ ഫോർമുലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. എന്താണ് നമ്മൾ ഓരോരുത്തരും റാഷണൽ പേഴ്സൺ ആണ് അല്ലെങ്കിൽ റാഷണൽ കപ്പാസിറ്റി. എന്താണ് പല കാര്യങ്ങളും നമുക്ക് റാഷണാലിറ്റിയിലായിരിക്കില്ല അല്ലെ കുട്ടികളൊക്കെ ഡീൽ ചെയ്യുന്നത് ഒരു ഇമാജിനൽ വേൾഡിലായിരിക്കും അവരൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. പല കാര്യത്തിനോടും ഇമാജിനറി വേൾഡ്, മാജിക്കൽ വേൾഡ്, അവര് കാണുന്ന ഫെയറി ടെയിൽ സ്റ്റോറീസിലൊക്കെ ഉള്ള പോലെ അവർ കൺസിഡർ ചെയ്യും. ഒരു 6 to 12 ഏജ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും അവർക്ക് റാഷണാലിറ്റി മനസ്സിലാവും, റിയാലിറ്റി മനസ്സിലാവും. റിയാലിറ്റിക്ക് അനുസരിച്ച് എങ്ങനെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു ടൈമാണ് സെൻസ് ഓഫ് സെൽഫ്. നമുക്ക് റാഷണാലിറ്റി മനസ്സിലാവുന്നതിനനുസരിച്ച് നമ്മുടെ സെൽഫ്ഹുഡിലുള്ള അവയർനെസ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സെൻസ് ഓഫ് സെൽഫ്ഹുഡിലെ ലാസ്റ്റ് പോയിന്റ് ആണ് പ്രോപ്രിയേറ്റ് സ്ട്രൈവിംഗ് എന്ന് പറയുന്നത്, which Alport believed to be the core problem for adolescents. Adolescents വരുന്ന മെയിൻ പ്രോബ്ലം ആണ് സെൽഫ്ഹുഡ് ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കോൺട്രവേഴ്സി സിറ്റുവേഷൻ കൊണ്ടുവരുന്ന മെയിൻ ഏരിയ ആണ് പ്രോപ്രിയേറ്റ് സ്ട്രൈവിംഗ്. It is the selection of occupation or the life goal. The adolescent knows that their future must follow a plan, and this sense makes them lose their childhood. എന്താണ് അഡോളസൻസിലേക്ക് ആവുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിന് ഒരു ഫോക്കസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യും. ഏത് ഓക്യുപ്പേഷനിലേക്ക് പോകണം, ഏത് ഫർദർ സ്റ്റഡീസിലേക്ക് പോകണം, അല്ലെങ്കിൽ ലൈഫിലുള്ള ലൈഫ് പാർട്ട്ണറെ പറ്റിയിട്ടുള്ള പലതിനെ പറ്റിയിട്ടുള്ള ഒരു ചോയ്സ് ഓഫ് ടൈം ഒക്കെ എന്താണ് അഡോളസൻസ് മുതലേ നമുക്ക് ഡെവലപ്പ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും നമുക്ക് പലതരം കോൺട്രവേഴ്സിയിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ ചൈൽഡ്ഹുഡിന്റെ ലോസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ ആണ് പ്രോപ്രിയേറ്റ് സ്ട്രൈവിംഗ്. സോ ഇവിടെ മുതൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ സെൽഫിനെ പതുക്കെ ഫോർമുലേറ്റ് ചെയ്ത് നമ്മളുടേതായ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് ഫോം ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. സോ 7 ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു സെൻസ് ഓഫ് ബോഡി സെൽഫ് മുതൽ പ്രോപ്രിയേറ്റ് സ്ട്രൈവിംഗ് വരെ. ഇനി നമ്മൾ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഇപ്പൊ ഇതുവരെ നമ്മൾ എന്താണ് ട്രേറ്റ്സിന്റെ കാര്യം പറഞ്ഞത്. ഇനി നമുക്ക് വേരിയബിൾ പോർഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു അല്ലെ. എന്താണ് ഓരോ ഹ്യൂമൻസിനും കോൺസ്റ്റന്റ് പോർഷൻ ഉണ്ട്, വേരിയബിൾ പോർഷൻ ഉണ്ട്. ഈ വേരിയബിൾ പോർഷൻ ആണ് എന്ത് ഫങ്ഷണൽ ഓട്ടോണമി. ഈ ഫങ്ഷണൽ ഓട്ടോണമി എന്താണെന്ന് നമുക്ക് നോക്കാം. Alport did not believe in looking too much into a person's past in order to understand the present. ഓരോ ഹ്യൂമൻസും പ്രസന്റ് സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ, എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ബാക്ക്ലോഡ് സഞ്ചരിക്കേണ്ട എന്നുള്ളതാണ് ആര് പറയുന്നത്, ഗോർഡൻ ആൽപോർട്ട് പറയുന്നത്. This perhaps led to the term functional autonomy, in which a person's motives today are independent of their origins. എന്താ പറയുന്നത്, ഓരോരുത്തരുടെയും ഇന്നത്തെ ആക്ടിവിറ്റിയിലുള്ള റീസൺസ് എന്താണ് പാസ്റ്റുമായി ഒരു ഓറിയന്റേഷനും ഇല്ല എന്നാണ് ആര് പറയുന്നത്, ഓൾപോർട്ട് പറയുന്നത്. ഇതൊരു ഓട്ടോണമസ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, ഓൾപോർട്ട് സജസ്റ്റ് ദാറ്റ് much of adult behavior is caused by functional autonomous motives. ഓരോരുത്തരുടെയും ഓട്ടോണമസ് ആയിട്ടുള്ള മോട്ടീവ്സ് കാരണമാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പല ആക്ടിവിറ്റീസും ചെയ്യുന്നത് എന്നാണ് ആര് പറയുന്നത്, ഓൾപോർട്ട് പറയുന്നത്. ഇനി ഫങ്ഷണൽ ഓട്ടോണമിയിൽ 2 കോൺസെപ്റ്റ്സ് ഉണ്ട്, പ്രിസർവേറ്റീവ് ഫങ്ഷണൽ ഓട്ടോണമിയും പ്രോപ്പറേറ്റ് ഫങ്ഷണൽ ഓട്ടോണമിയും. ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഇസ് പ്രിസർവേറ്റീവ് ഫങ്ഷണൽ ഓട്ടോണമി. This refers essentially to habits, behavior that no longer serve their original purpose but still continue. എന്താണ് ചില ഹാബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും ചെറുപ്പം മുതലേ ഫോളോ ചെയ്തുകൊണ്ട് വരാറുണ്ട് അല്ലെ. ആ ഹാബിറ്റ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത് പ്രിസർവേറ്റീവ് ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്നത്.
നമുക്ക് ആദ്യം ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഒറിജിൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടാവും. ഓക്കെ, പക്ഷെ ആസ് നമ്മൾ കാലങ്ങൾ കഴിയുന്ന സമയത്ത് നമ്മുടെ ഹാബിറ്റായി മാറുമ്പോൾ അതിന് പലതരം യൂസ്ഫുൾനെസ് ഉണ്ട്, അല്ലെങ്കിൽ പലതരം ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. ബട്ട് സ്റ്റിൽ ഇറ്റ് കണ്ടിന്യൂ. ഒറിജിനൽ പർപ്പസിൽ നിന്നും മാറിയെങ്കിൽ പോലും അത് കണ്ടിന്യൂ ചെയ്തു പോകും. Refers to feedback mechanism in the nervous system that are governed by simple neurological principles. Simple neurological principles control ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ആണിത്. Okay, these mechanisms become neurologically self-maintaining over time and help to keep organism to the track. എന്താണ് ഈ മെക്കാനിസംസ്? നെർവസ് സിസ്റ്റത്തിലുള്ള ആക്ഷൻസ് കാരണമാണ് ഈ മെക്കാനിസംസ് എന്ത് ചെയ്യും, ഇത് ഓട്ടോണമസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. എല്ലായ്പ്പോഴും എന്ത് ചെയ്യും, ആളുകൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. എന്ത് ചെയ്യും, ടൈം മാറുന്നതിനനുസരിച്ചാണെങ്കിൽ പോലും ഇത് ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഓരോ ഹ്യൂമൻസിനെയും ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ, ലൈഫിന്റെ ട്രാക്സിലേക്ക് കൊണ്ടുവരാൻ, ഓരോ ഡേ ടു ഡേ ലൈഫിലുള്ള ട്രാക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചു വന്നിരിക്കുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യും, നമ്മളെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. ഇപ്പം രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുക, അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കുക, അത് കഴിഞ്ഞ് കുളിക്കുക, അങ്ങനത്തെ നമ്മളൊരു ഫോർമുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ തന്നെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഹാബിറ്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പറയുന്നത്. മെയിൻ ഫീച്ചർ ഇസ് repetitions ഓഫ് ആക്ടിവിറ്റി. നമ്മൾ എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യാണ് ആ ആക്ടിവിറ്റീസിനൊക്കെ. ഫസ്റ്റ് എക്സാമ്പിൾ ഇതിൽ പറയുന്നത് ഈറ്റിംഗ് ആൻഡ് ഗോയിങ് ടു ബെഡ് അറ്റ് ദ സെയിം ടൈം ഈച്ച് ഡേ. നമ്മൾ ഓരോരുത്തരും എന്താണ്, നമ്മളെ ട്രാക്ക് ചെയ്യുന്ന എക്സാമ്പിൾ ഈസി ആയിട്ട് മനസ്സിലാകും. നമ്മളെല്ലാവരും ഒരു പെർട്ടിക്കുലർ ടൈമിൽ ചെറുപ്പം മുതലേ നമ്മുടെ പാരന്റ്സ് ശീലിപ്പിക്കാം. 7 o'clock ആകുമ്പോഴത്തേനും നമ്മൾ ഡിന്നർ കഴിക്കും. നമ്മൾ എന്ത് ചെയ്യും, ഒരു 9 o'clock ആകുമ്പോഴത്തേനും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങുന്നുള്ള ഒരു റൊട്ടീൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ആ ഒരു ടൈം ബൗണ്ടിലനുസരിച്ച് നമ്മൾ അത് റൊട്ടീനായിട്ട് ഹാബിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാറിക്കഴിയും. നെക്സ്റ്റ്, social rituals such as saying bless you when someone sneezes had a reason once upon a time, but now continues because it is seen as a polite behavior. എന്താണ്, പണ്ട് എക്സാമ്പിൾ പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ മെയിൻ പറയുന്നത്, നമ്മൾ പണ്ട് സമയത്ത് ആളുകൾ തുമ്മുന്ന സമയത്ത് ദൈവം നിങ്ങളെ ബ്ലെസ് ചെയ്യട്ടെ, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് അന്നത്തെ കാലത്ത്, അത് പഴയ കാലത്ത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലേഗ് സിറ്റുവേഷൻ വന്നു, ഒരു പെർട്ടിക്കുലർ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ, കോവിഡ് പോലെയോ അല്ലെങ്കിൽ മറ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്പ്രെഡിങ് ആയിട്ടുള്ള ഇൽനെസ് സിറ്റുവേഷൻ വന്നപ്പോൾ ആളുകൾ തുമ്മുമ്പോൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവരുത്, മറ്റൊരാൾക്ക് അസുഖം വരാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ബ്ലെസ് യു എന്ന് വന്നത്. എന്നാൽ ഇപ്പോഴും എന്താണ്, ഒരാൾ തുമ്മുന്ന സമയത്ത് അത് പറയാറുണ്ട് അല്ലെ, മറ്റുള്ള ഒരാൾക്ക് വരാതിരിക്കട്ടെ എന്നുള്ളൊരു ബ്ലെസ്സിങ്സ്, ഗോഡ് നിങ്ങൾ അതിൽ നിന്ന് രക്ഷിക്കട്ടെ എന്നുള്ളൊരു രീതിക്ക് പറയാറുണ്ട്. ദാറ്റ്സ് ഒറിജിനൽ പർപ്പസിൽ നിന്ന് എന്താണ്, അതിനെ ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എക്സാമ്പിൾ വേറെ പറയുകയാണെങ്കിൽ എന്താ, മാസ്ക്. ഇപ്പൊ അല്ല, പക്ഷെ മാസ്ക് ആദ്യം തുടങ്ങുന്ന സമയത്ത് എന്താണ്, മറ്റൊരാൾക്കും നമ്മൾ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസത്തിൽ നിന്നോ സലൈവയോ ഒന്നും പുറത്തു വരരുത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അത് പിന്നീട് നമ്മൾ പിന്നെ ഒരു കൊറോണന്റെ ഒരു ബാക്കൗട്ട് വന്നതിന് ശേഷം നമ്മൾ മാസ്ക് യൂസ് ചെയ്യുന്നത് ഇതേ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് അല്ലെ. മറ്റൊരാൾക്കും എന്നിൽ നിന്നൊന്നും എന്താണ് ആവരുതേ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഈ മാസ്ക് നമ്മുടെ ബോഡിയിലെ പാർട്ടായി പലർക്കും മാറിയിട്ടുണ്ട്. Next is appropriate functional autonomy. It is something a bit more self-directed than habits. Habitsനേക്കാൾ self-directed, നമ്മുടെ ഒരു കൺട്രോൾ വരുന്ന കാര്യമാണ് appropriate functional autonomy. Refers to acquired interests, values, attitudes and intentions of the person. ഓരോരുത്തർക്കും പലതരം വാല്യൂസ് ഉണ്ട്, പലതിനോടും ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും, പല ഇന്റൻഷൻസ് ഉണ്ടാവും, പല ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും. ഈ ഫാക്ടേഴ്സിനൊക്കെയാണ് appropriate functional ഓട്ടോണമിയിൽ പറയുന്നത്. ഹാബിറ്റ്സ് അല്ല റൊട്ടീൻ ആയിട്ട് ഓട്ടോണമസ് ആയിട്ട് വരുന്നത്, നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഇൻട്രസ്റ്റിലോ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്സ് കൊണ്ട് ഫോർമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് appropriate functional autonomy വരുന്നത്. It is a master system of motivation that impart consistency of person striving for a congruent self-image and a higher level of maturity and growth. ഇത് എന്ത് ചെയ്യും, നമ്മുടെ സെൽഫ് ഇമേജിനെ കോൺഗ്രന്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ മെച്യൂരിറ്റിയിലേക്കും ഗ്രോത്തിലേക്കും ലീഡ് ചെയ്യുന്ന ഫാക്ടറാണ് appropriate functional autonomy. People may not be constantly rewarded to sustain their efforts.
നമ്മ ചെറുപ്പകാലങ്ങളിൽ എന്താണ്, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിവാർഡ്സ് തരാനുണ്ട്. റിവാർഡ്സോ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ്സ് തന്നിട്ടായിരിക്കും പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ റൊട്ടീനായിട്ടുള്ള ക്ലെൻലിനെസ് വരാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഓരോ ഹ്യൂമൻസും വളരുന്നതിനനുസരിച്ച് ഈ പ്രോപ്പറേറ്റ് ഫങ്ഷണൽ ഓട്ടോണമി വരണം. നമ്മുടേതായ കുറച്ച് ഇന്റൻഷൻസും നമ്മുടേതായ ആറ്റിറ്റ്യൂഡ് ഇൻട്രസ്റ്റ് ഒക്കെ വരുമ്പോഴാണ് നമ്മുടെ ഓരോ എഫേർട്സ് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പോവുക. സോ നമ്മുടെ ഈ ഒരു ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ഓരോ എഫേർട്സിനും നമ്മുടെ ഒരു റിവാർഡിനെ എക്സ്പെക്ട് ചെയ്യാതെ മുന്നോട്ട് പോകും. Thus, it represents the striving for values and goals and the sense of responsibility that people take of their lives. ലൈഫ്സിനെ പറ്റിയിട്ട് അവരായിട്ട് ഫോം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. വാല്യൂസ് ആർ എക്സാമ്പിൾ. എന്താണ്, നമ്മൾ ഓരോരുത്തരും ഹോൾഡ് ചെയ്തു വരുന്ന കുറച്ച് വാല്യൂസ് ആണ് ഇതിന്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് ഇസ് മെച്യൂർ പേഴ്സണാലിറ്റി. The emergence of personal maturity is a continuous and lifelong process of becoming. എന്താണ്, നമ്മൾ ഒരിക്കലും മെച്യൂരിറ്റി പെർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോൾ എത്തി നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 30 വയസ്സായി നമുക്ക് ജോലിയും വെൽ സെറ്റിൽഡ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ മെച്യൂർഡ് ആയി എന്ന് പറയാൻ പറ്റില്ല. മെച്യൂരിറ്റി എന്ന് പറയുന്നത് ബിക്കമിങ് ആണ്. അത് കണ്ടിന്യൂസ് ആണ്. ഓരോ ടൈം പീരീഡിനനുസരിച്ച് അത് കോൺസ്റ്റന്റ് ആയിട്ട് ഇവോൾവ് ആവുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. The behavior of a mature person is functional, autonomous and is motivated by conscious process. ഒരിക്കലും റിവാർഡ് ഓറിയന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ഓറിയന്റഡ് ആയിട്ടായിരിക്കില്ല ഒരു മെച്യൂർ പേഴ്സൺ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അവരെന്തായിരിക്കും, അവരുടെ കോൺഷ്യസ് മൈൻഡിലൂടെ അല്ലെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ്സിലൂടെ ആയിരിക്കും ഓരോ എഫേർട്സും അവർ ഇടുന്നത്. While the behavior of immature person is dominated by unconscious motives stemming from childhood experiences. എന്നാൽ ആരാണ് ഇമ്മച്വർ പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തായിരിക്കും, അവരെ ഫോക്കസ് ആവുന്ന അൺകോൺഷ്യസ് ആയിട്ടുള്ള കുറച്ച് മോട്ടീവ്സ്. അവർക്ക് എന്താണ്, അവർ കുറെ എന്താ അൺകോൺഷ്യസ് ആയിട്ട് എന്ന് പറയുമ്പോ എന്താ, നമ്മൾക്ക് എക്സിസ്റ്റിംഗ് അല്ലാത്ത കുറെ തോട്ട്സിലൂടെ ഉള്ളിൽ കിടക്കുന്ന റിയാലിറ്റിയിൽ നിന്ന് വിട്ടു മാറിയിട്ടായിരിക്കും പല ആളുകളും ഇമ്മച്വർ ആയിട്ടുണ്ടെങ്കിൽ ബിഹേവ് ചെയ്യാം. നമുക്ക് പല ആളുകളെയും വലിയ ഏജ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഇമ്മച്വർ ആയി ബിഹേവ് ചെയ്യുന്നത് കാണാറുണ്ട്. സോ അവരുടെ അൺകോൺഷ്യസ് മോട്ടീവ്സിനെയാണ് അവർ പുറത്ത് കൊണ്ടുവരുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഇതൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. Allport concluded that psychologically mature adult has 6 attributes or characteristics. ഒരു മെച്യൂർ ആയിട്ടുള്ള അഡൾട്ടിന്റെ മേജർ 6 characteristics ആണ് ഇവിടെ പറയുന്നത്. Has a widely extended sense of self. സെൽഫിനെ പറ്റിയിട്ട് ഒരു വൈഡ് എക്സ്റ്റൻഷൻ നോളജ് എന്തുണ്ടാവും, ഓരോ മെച്യൂർ പേഴ്സണിൽ നിന്നും ഉണ്ടാവും. Has a capacity for warm social interaction. എഫക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വാംത് ആയിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെച്യൂർഡ് ആയിട്ടുള്ള പേഴ്സണിന് ഇൻവോൾവ് ആവാൻ പറ്റും. ഡെമോൺസ്ട്രേറ്റ് ഇമോഷണൽ സെക്യൂരിറ്റി ആൻഡ് സെൽഫ് ആക്സെപ്റ്റൻസ്. ഇമോഷണൽ സെക്യൂരിറ്റി ഉണ്ടാവും. പല സിറ്റുവേഷൻസ് വന്നാലും ഇമോഷണലി സെക്യൂർഡ് ആയിട്ട് ഈക്വൽ ആയിട്ട് ബാലൻസ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരുടെ ഇമോഷൻസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആർക്ക്, മെച്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺസിന്. ആൻഡ് അവർക്ക് സെൽഫ് ആക്സെപ്റ്റൻസ്, തെറ്റിനെ തെറ്റായി കൺസിഡർ ചെയ്യാനും ശരിയെ ശരിയായി കൺസിഡർ ചെയ്യാനൊക്കെ ഉള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവും. ഡെമോൺസ്ട്രേറ്റ് റിയലിസ്റ്റിക് പെർസെപ്ഷൻ സ്കിൽസ് ആൻഡ് അസൈൻമെന്റ്. റിയലിസ്റ്റിക് ആയിട്ട് റിയാലിറ്റി വേൾഡിനെ ഓറിയന്റഡ് ആയിട്ടായിരിക്കും അവര് എന്ത് ചെയ്യുന്നത്, അവരുടെ ഓരോ കാര്യങ്ങളെയും പെർസീവ് ചെയ്യുന്നതും അവരുടെ വർക്ക്സും ഒക്കെ റിയാലിറ്റി ഓറിയന്റഡ് ആയിരിക്കും. നെക്സ്റ്റ് ഇസ് ഡെമോൺസ്ട്രേറ്റഡ് സെൽഫ് ഇൻസൈറ്റ് ആൻഡ് ഹ്യൂമർ. സെൽഫ് ആയിട്ട് ഇൻസൈറ്റ് ഉണ്ടാവും. അവരുടെ കാര്യം, അവരുടെ ഓരോ എന്താ പറയുക സക്സസിനെയും വീക്ക്നെസ്സിനെയും ഒക്കെ എന്ത് ചെയ്യും, അവർക്ക് നോളജ് ഉണ്ടാവും. ഹാസ് എ യൂണിഫൈങ് ഫിലോസഫി ഓഫ് ലൈഫ്. ലൈഫിനെ പറ്റിയിട്ട് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള തോട്ട് അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, അവർക്ക് ഉണ്ടാവും. അവരുടെ ലൈഫിനെ അവർക്ക് തന്നെ ഡിഫൈൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. ഇനി ഇതെങ്ങനെയാണ് നമ്മള് എന്താണ് നമ്മുടെ വാല്യൂസിനെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ എന്നുള്ളത് ഓൾപോർട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റഡി ഓഫ് വാല്യൂസ്. Believing that a person's effort to find order and meaning in life are governed by values, Allport identified and measured basic value dimensions. Allport കൺസിഡർ ചെയ്തപ്പം, ഓൾപോർട്ട് മനസ്സിലാക്കിയ സമയത്ത് ഓരോരുത്തരുടെയും വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഓരോരുത്തരുടെയും ലൈഫിന്റെ മീനിങ് ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓരോ
ഓരോരുത്തരും ബിലീവ് ചെയ്യുന്ന, നമുക്ക് ഓരോരുത്തർക്കും എന്താണ് ചില കാര്യങ്ങൾ ഭയങ്കര വാല്യൂഡ് ആയിരിക്കും, ചില കോൺസെപ്റ്റ്സിനോട് നമ്മൾ വളരെ ഇൻട്രസ്റ്റഡ് ഒക്കെ ആയിരിക്കും. അങ്ങനത്തെ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈഫിന്റെ പേർപ്പസിനെയും മീനിങ്ങിനെയും ഡിഫൈൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു, ഈ വാല്യൂസ് ബേസ് ചെയ്തിട്ട് ഓരോരുത്തരും പേഴ്സണാലിറ്റിനെ മനസ്സിലാക്കാൻ ആര് ശ്രമിച്ചു, ഓൾപോർട്ട് ശ്രമിച്ചു. He helped to develop a personality test, the study of values. Allport's model is based on the work of Edward Spranger, a European psychologist. സ്പ്രാഞ്ചറിന്റെ വാല്യൂസ് എന്ന് പറയുന്ന സ്റ്റഡി ഓഫ് വാല്യൂസിന്റെ കുറച്ച് വാല്യൂസ്, ഓരോ ഹ്യൂമൻസിനും ഓരോ തരം വാല്യൂസ് ഉണ്ടെന്ന് സ്പ്രാഞ്ചർ പറഞ്ഞു. ആ വാല്യൂസ് ബേസ് ചെയ്തിട്ട് ആൾപോർട്ട് ഒരു സ്റ്റഡി ഓഫ് വാല്യൂസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് തന്നെ ഫോർമുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. സ്പ്രാഞ്ചർ അയാളുടെ ടൈപ്സ് ഓഫ് മെൻ എന്ന് പറയുന്ന ബുക്കില് ഓരോ 6 ടൈപ്സ് ഓഫ് മാൻ ഉണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 6 ടൈപ്സ് ഓഫ് ഹ്യൂമൻസ് ഉണ്ട് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ടൈപ്സ് ഓഫ് മെൻ എന്ന് പറഞ്ഞ ബുക്കിൽ സ്പ്രാഞ്ചർ പറഞ്ഞിട്ടുള്ളത്. ദീസ് വാല്യൂസ് ആർ ഫൗണ്ട് ഇൻ വേരിയിങ് ഡിഗ്രീസ് ഇൻ ഓൾ പീപ്പിൾ. ഇതെന്താണ്, ഈ 6 ടൈപ്പ് ഓഫ് വാല്യൂസും ഡിഫറെന്റ് ഡിഗ്രീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവൽസിൽ ഓരോ ഹ്യൂമൻസിലും എക്സിസ്റ്റ് ചെയ്യുന്നതാണ് സ്പ്രാഞ്ചർ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ഓരോ വാല്യൂസ് നോക്കാം. The theoretical, economic, aesthetic, social, political and religious. തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മാൻ ആണെങ്കിൽ, തിയറിറ്റിക്കൽ വാല്യൂനോട് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, ദേ ഫോക്കസ് ഓൺ ട്രൂത്ത്, വാട്ട് ഇസ് ദ ഫാക്ട് അല്ലെങ്കിൽ റിയാലിറ്റി എന്താണെന്ന് ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും ആര്, തിയറിറ്റിക്കൽ പേഴ്സൺസ്. എക്സാമ്പിൾ ഇത് നോക്കുകയാണെങ്കിൽ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ റിസർച്ചേഴ്സ് ഒക്കെ എന്താണ്, ദ ട്രൂത്ത് കണ്ടുപിടിക്കാൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. Next is economic. A business person may value usefulness. എക്കണോമിക് ഫാക്ടേഴ്സിനെയാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് വെച്ചാൽ അവരെന്തായിരിക്കും, ഈ ചുറ്റിനുമുള്ള എല്ലാ സാധനവും എന്തിനാണ് യൂസ്ഫുൾ, എന്താണ് അതിന്റെ യൂസ്ഫുൾനെസ് എന്നുള്ള രീതിക്കായിരിക്കും അവരുടെ ഓരോ ആക്ടിവിറ്റീസും തന്നെ മുന്നോട്ട് വന്നത്. ഒരു ബിസിനസ് ആയ പേഴ്സൺ, ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സൺ എന്തായിരിക്കും, ഓരോ സാധനത്തിലും അതിൻ്റെതായ എന്തെങ്കിലും എക്കണോമിക്കൽ വാല്യൂസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അതിന്റെ യൂസ്ഫുൾനെസ്സിനെ ആയിരിക്കും അവർ ശ്രദ്ധിക്കുന്നത്. നെക്സ്റ്റ് ഇസ് എസ്തെറ്റിക്. എസ്തെറ്റിക് വാല്യൂസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാര് ഫോം ആൻഡ് ഹാർമണി, ഒരു ബ്യൂട്ടിഫുൾനെസ് അല്ലെങ്കിൽ ബ്യൂട്ടിനെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എസ്തെറ്റിക് വാല്യൂസ് കൊണ്ട് നടക്കുന്ന ആൾക്കാർ. എക്സാമ്പിൾ ആർട്ടിസ്റ്റുകളാണ്, പെയിന്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പലതരം ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്യും, എസ്തെറ്റിക് ബ്യൂട്ടീസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് സോഷ്യൽ. സ്ട്രോങ് ലവ് ഓഫ് പീപ്പിൾ. സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, ആളുകളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ, ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. എക്സാമ്പിൾ നഴ്സസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സൈക്കോളജിസ്റ്റുകളൊക്കെ എന്തേലും പറയും, ആളുകളുമായിട്ടുള്ള ഇടപെടലുകളെ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് വാല്യൂബിൾ ആയി കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണ് സോഷ്യൽ വാല്യൂ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ. നെക്സ്റ്റ് ഇസ് പൊളിറ്റിക്കൽ. പവർ ഫോക്കസ്, എന്തിനും പവർ നേടുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ള, പവറിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാർ പൊളിറ്റിക്കൽ ആയിരിക്കും. എക്സാമ്പിൾ പൊളിറ്റീഷ്യൻസ് ആണ്. ലാസ്റ്റ് വൺ ഇസ് റിലീജിയസ്. റിലീജിയസ് വാല്യൂസ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ യുണൈറ്റി അല്ലെങ്കിൽ പേഴ്സൺസ് ആസ് എ ഹോൾ, വേൾഡ് ആസ് എ ഹോൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളവരാണ് റിലീജിയസ് ആയിട്ടുള്ളത്. എക്സാമ്പിൾ മോങ്സ്, നൺസ്, ഇതുപോലുള്ള ആൾക്കാരൊക്കെയാണ് റിലീജിയസ് മാൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. സോ 6 ടൈപ്സ് ആണ് ഉള്ളത്. അതിൽ തിയറിറ്റിക്കൽ ആണെങ്കിൽ ട്രൂത്ത് ഫോക്കസ്ഡ് ആയിരിക്കും, എക്കണോമിക് ആണെങ്കിൽ യൂസ്ഫുൾനെസ്സിനെ ഫോക്കസ് ചെയ്യും, എസ്തെറ്റിക് ആണെങ്കിൽ എന്താണ് ഫോമും ഹാർമണിയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, സോഷ്യൽ ആയ ആൾക്കാർ പീപ്പിളിനോടായിട്ടുള്ള ഇന്ററാക്ഷൻ ഇഷ്ടപ്പെടുന്നു, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാർ പവർ ഇഷ്ടപ്പെടുന്നു, ആൻഡ് റിലീജിയസ് ആയ ആൾക്കാർ നമ്മുടെ വേൾഡ് ആസ് എ ഹോളിനെ യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ. Allport assessed individual differences in the relative strength of these 6 values by the study of value scale. Study of value scale പറഞ്ഞിട്ടുള്ള ഈ 6 ഫാക്ടേഴ്സ് ബേസ് ചെയ്തിട്ട് ആര് പഠിച്ചു, ഓൾപോർട്ട് ഇൻഡിവിജ്വൽസിന്റെ ഡിഫറൻസിനെ പഠിച്ചു. Developed and standardized with college students, the test consists of 45 questions and require 20 minutes to complete. ഈ സ്റ്റഡി ഓഫ് വാല്യൂ സ്കെയിൽ എന്ന് പറയുന്നത് 45 മിനിറ്റ് എടുക്കുന്ന
45 ക്വസ്റ്റ്യൻസ് ഉള്ള 20 മിനിറ്റോളം എടുക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. ആദ്യം അത് കോളേജ് സ്റ്റുഡൻസിലായിരുന്നു നടത്തിയിട്ടുള്ളത്. ഈ 6 വാല്യൂസിലുള്ള ആവറേജ് സ്കോർസ് അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ സ്കോർസ് അനുസരിച്ചിട്ടാണ് ഓരോ ഹ്യൂമൻസും ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു, ഏതൊരു ഒക്യുപേഷണൽ ഗ്രൂപ്പിലേക്കൊക്കെ പോകുന്നു എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിസിനസ് സ്റ്റുഡൻസ് എന്ത് ചെയ്യും? ബിസിനസ് സ്റ്റുഡൻസ് എന്താണ്? മെയിൻലി എക്കണോമിക് വാല്യൂ ഹോൾഡ് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് എസ്തെറ്റിക്സോ അല്ലെങ്കിൽ എസ്തെറ്റിക് വാല്യൂ അല്ലെങ്കിൽ റിലീജിയസ് വാല്യൂസ് ഒന്നും ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല. ആൻഡ് തിയോളജി സ്റ്റുഡൻസ് ആണെങ്കിൽ എന്തായിരിക്കും? റിലീജിയസ് വാല്യൂസ് വളരെ കുറവായിരിക്കും. The test reflects Allport's belief that values are essential part of individual's personality. ഈ ടെസ്റ്റുകൾ എന്ത് ചെയ്തു? അയാളുടെ ബിലീഫ്, ഓൾപോർട്ടിന്റെ ബിലീഫിനെ കറക്റ്റ് ആണെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റി. ദാറ്റ് ഇസ് വാല്യൂസ് എന്ത് ചെയ്യും? ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് റിയാലിറ്റിയിലായിരിക്കും മനസ്സിലായി. നമ്മുടെ ചാപ്റ്റർ എൻഡായി. എന്താണ് നമ്മൾ ആദ്യം നമ്മൾ ഈ ബ്ലോക്ക് 3 ട്രേറ്റ് അപ്രോച്ചസ് ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ട്രേറ്റ് അപ്രോച്ചസിൽ 4 തിയറിസ്റ്റുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് തിയറിസ്റ്റ് ആണ് യൂണിറ്റ് 1 നമ്മൾ പഠിച്ച ഗോർഡൻ ആൾപോർട്ട്. ഗോർഡൻ ആൾപോർട്ട് എന്താണ്? ട്രേറ്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്ഹുഡ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് കോൺസെപ്റ്റ് ഉണ്ട്. ആൻഡ് തേർഡ് മെയിൻ കോൺസെപ്റ്റ് ആയിട്ട് ഫങ്ഷണൽ ഓട്ടോണമിയാണ്. ഈ 3 കോൺസെപ്റ്റ്സ് ആണ് മെയിൻലി ആര് പറഞ്ഞിട്ടുള്ളത്? ഓൾപോർട്ട് പേഴ്സണാലിറ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. Hope everyone understood the chapter. Keep on reading. പല ടെക്സ്റ്റുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ പേഴ്സണാലിറ്റി ഒക്കെ പഠിക്കുമ്പോൾ പല ടെക്സ്റ്റുകൾ റെഫർ ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഐ തിങ്ക് സ്കൾസിന്റെ, ഹള്ളിന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ഓരോ തിയറിസ്റ്റുകളെയും ചരിത്രം മുതൽ, ആളുടെ ജനനം മുതൽ ലാസ്റ്റ് വരെ ആളുടെ കോൺസെപ്റ്റ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ നല്ലോണം റീഡ് ചെയ്താൽ കുറച്ചും കൂടി വൈഡ് നോളജ് നിങ്ങൾക്ക് കിട്ടും. മോർ ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ കോൺസെപ്റ്റ്സിനെ മനസ്സിലാവും. സോ പല സ്ഥലത്തുനിന്നും അതൊക്കെ കിട്ടി, അതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ ഈ കോപ്പീസ് പലയിടത്തും അവൈലബിൾ ആണ്. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ഓൺ റീഡിങ്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു നോളജ് കിട്ടും. കീപ്പ് ഓൺ ട്രൈങ് ഫോർ ദി ബെറ്റർമെന്റ്. നമ്മുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു.